പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് മുട്ടയൊന്നും ചേർക്കാതെ ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റർഡ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ടിവിടെ ആദ്യമായി കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന കുക്കർ ഇതുപോലെ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/2 കപ്പ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ച് കുറേശ്ശെയായി മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം ബാറ്റർ തയ്യാറാക്കുവാൻ. ബാറ്റർ ഇപ്പോൾ ഈ ഒരു പാകത്തിന് ആയിട്ടുണ്ട്. കുറച്ച് പാൽ കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം അപ്പോൾ തന്നെ മാവ് ഇതുപോലെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറി ഉപയോഗിച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കാവുന്നതാണ്. കേക്ക് ടിന്ന് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുന്നതിന് മുന്നേ ഇതുപോലെ ചെറിയ എന്തെങ്കിലും സ്റ്റാൻഡ് വെച്ചതിന് ശേഷം മാത്രമേ കേക്ക് ടിൻ വയ്ക്കാവൂ. ഇനി ഈ കുക്കർ അടച്ച് വയ്ക്കാം. വിസിൽ മാറ്റിയതിന് ശേഷം വേണം കുക്കർ അടച്ച് വയ്ക്കുവാൻ. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യുകയാണ്. കേക്ക് പാകമായോ എന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ ഉപയോഗിച്ച് കുത്തി നോക്കാവുന്നതാണ്. ഇനി ഈ കേക്ക് ടിൻ വെളിയിലേക്ക് എടുത്ത് വയ്ക്കാം. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാൻ കേക്ക് എടുത്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഈ കേക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും 4 മണിക്കാപ്പിക്കായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്.
ഈ കേക്കിന് നല്ല കളറുള്ളതാണ്. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ ഒരു കളർ ആയിപ്പോയത്. നല്ല സ്പോഞ്ചിയും ടേസ്റ്റിയുമായിട്ടുള്ള കേക്കാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.